ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജി സ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ 200 വാട്ട് ആംപ്ലിഫയറാണ്. അതായത് ലെഫ്റ്റിന് 100 റൈറ്റിന് 100 വാട്ട്സ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലാസ് ഡി ആംപ്ലിഫയറാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്, വെറും 12 വോൾട്ട് കൊടുത്താൽ മതി. വെറും 12 വോൾട്ട്, ഒരു 6 ആമ്പിയർ ഒരു 7 ആമ്പിയർ നമ്മൾ കൊടുത്താൽ മതി. ഇതിന് നമുക്ക് ലെഫ്റ്റിന് 100 റൈറ്റിന് 100 കിട്ടും. അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഇവിടെ ഒരു സർക്യൂട്ടും കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹീറ്റ് സിങ്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ അടിയിൽ വരുന്ന ചിപ്പുകളാണ്. ആ ചിപ്പുകൾ അല്ലെങ്കിൽ മോസ്ഫെറ്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊടുക്കുന്ന 12 വോൾട്ടിനെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ കാണുന്ന സെക്ഷനിൽ, ഈ കാണുന്ന സെക്ഷനിൽ 23.6 വോൾട്ട് ആക്കുന്നുണ്ട്. ഏകദേശം 24 വോൾട്ടോളം, ഏകദേശം 24 വോൾട്ടിന് അടുപ്പിച്ച് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കൊടുക്കുന്ന 12 വോൾട്ടിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്ത് തൊട്ടപ്പുറത്തെ സൈഡിൽ 23-24 വോൾട്ടോളം വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയോ കാറിലോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കും. കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന വെറും 12 വോൾട്ടിൽ നമുക്ക് 100+100 വാട്ട്സ് കിട്ടും എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ അവിടെ ഒരു ബ്രെയിൻസ് ഓഡിയോയുടെ ഒരു റിമോട്ട് കിറ്റ്, സ്റ്റീരിയോ റിമോട്ട് കിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോക്കലായിട്ട് കിട്ടുന്ന ഒരു 150 രൂപയ്ക്കകത്ത് വില വരുന്ന ഒരു FM ഉൾപ്പെടെയുള്ള ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഓഡിയോ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ വച്ചിട്ടുള്ളത്. ഒരു തമിഴ് പാട്ടാണ് ഞാനിത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല, നോക്കാം എന്തായാലും. പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, 2 ഗെയിനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗെയിനറല്ല, ഒരു 2 പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് TLA-72ൻ്റെ ഒരു ഓപ്പാമ്പ് IC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ ഗെയിൻ എന്തെങ്കിലും കുറവോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെയാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിനകത്ത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള PCB ആണ്, നല്ല കിഡിലൻ ക്വാളിറ്റിയുള്ള PCB ആണ്. പിന്നെ TPA-3116 എന്ന് പറയുന്നൊരു ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റിനും റൈറ്റിനും ഒറ്റ ചിപ്പ് വെച്ചിട്ട്, ലെഫ്റ്റിന് ഒരു ചിപ്പ് റൈറ്റിന് ഒരു ചിപ്പ്. അപ്പം ഈ TPA-3116 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ ചിപ്പാണ്. ആ സ്റ്റീരിയോ ചിപ്പിനെ ബ്രിഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ 50+50 ആണ് വരുന്നത്. ഏകദേശം 100 വാട്ട്സ് നമുക്ക് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ 2 ചിപ്പുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒറിജിനൽ ചിപ്പ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചുള്ള ഈ കപ്പാസിറ്റർ, ഇത് ഫിൽറ്ററിങ് കപ്പാസിറ്ററിൻ്റെ 2 സൈഡിലായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട്. ഫിൽറ്ററിങ് കപ്പാസിറ്റർ പവർ സപ്ലൈ 2 സെക്ഷനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ലെഫ്റ്റിന് സെപ്പറേറ്റ് റൈറ്റിന് സെപ്പറേറ്റ് ആയിട്ട് പവർ സപ്ലൈ സെപ്പറേറ്റ് തന്നെയാണ് അവരിത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഇതിലെടുത്ത് പറയാമെന്നുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഞാൻ ചെക്ക് ചെയ്ത്, മൾട്ടിമീറ്റർ വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് എൻ്റെ ഒരു വീഡിയോ കാണിക്കാം. ഈ പറയുന്ന 23 വോൾട്ട് 23.6 വോൾട്ടോളം വരുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനകത്ത് ഞാൻ 12 വോൾട്ട് ഒരു 1 ആമ്പിയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ കണ്ടില്ലേ, 23.6 വോൾട്ട് ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 12 വോൾട്ടിൻ്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ, കാര്യം ഞാൻ പറഞ്ഞത്, ഇൻവെർട്ടറോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ പോലത്തെ ഒരു സാധനം അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ബക്ക് ബൂസ്റ്റർ പോലത്തെ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ 23 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഫിൽറ്ററിങ് കപ്പാസിറ്റർ ആയിട്ട് ഇട്ടുന്ന സാനിയോ എന്ന് എഴുതിയിട്ടുണ്ട്. അത് സാനിയോയുടെ ഒറിജിനൽ കപ്പാസിറ്റർ ആണോ എന്നല്ലെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ ഇതിൽ സാനിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒറിജിനലാവാം ചിലപ്പം. ഇതെല്ലാം ചൈന ആണല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ചൈനയിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നതെല്ലാം ചൈനയാണ്. അപ്പം ഒരു പക്ഷേ ഇത് ചൈനയിൽ ഉണ്ടാക്കുന്ന ഒറിജിനൽ സാനി ആവാം, അതെനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്പ് ഒറിജിനൽ ചിപ്പാണെന്നുള്ളത് അവർ പറയുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ ഇതിൻ്റെ ഒരു നമ്പർ വെച്ച് നിങ്ങൾ ഇതാണ്ട GS-3116 200 വാട്ട് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ 200W എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. സ്പെക്കെല്ലാം അതിനകത്ത് കിട്ടും, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നുള്ളതേ ഉള്ളൂ. വളരെ അടിപൊളിയാണ്, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു PCB. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് കണ്ടുടനെ തന്നെ ഞാൻ ഇതിങ്ങ് വാങ്ങി, ക്യാഷ് കൊടുത്ത് വാങ്ങി. അപ്പം ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയൊരു സാധനം കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് ഓണാക്കി കാണിച്ചത്. കാര്യം നമുക്കിപ്പോൾ കടയിൽ നിന്ന് വേറൊരാളിന് കൊടുക്കാൻ പറ്റുന്ന സാധനം നമുക്ക് ഒരിക്കലും ഓൺ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പം ചില സാധനങ്ങൾ ഞാൻ ഓൺ ചെയ്ത് നോക്കാറുണ്ട്. അത് കടയിൽ, അത് അവരുടെ പ്രസൻസിൽ മാത്രം, അതായത് കടയിലെ ഓണറിൻ്റെ പ്രസൻസിൽ മാത്രമായിരിക്കും അത് ഓൺ ചെയ്ത് ഞാൻ ചെക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. മിക്ക സാധനങ്ങളും അവിടെ കടയിൽ വെച്ച് ചെക്ക് ചെയ്യുന്നുള്ള സംവിധാനം അവിടെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം, അവരാണ് ഇതിന് എനിക്ക്
ഇന്ന് ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നിലവിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെയുള്ള സമയത്ത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിൻ്റെ ഓഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. எனக்கொரு ஸ்நேகிதி അപ്പം സോറി ഗേസ്, എനിക്ക് ഈ ഒരു രീതി മാത്രമേ ഓഡിയോ ചെക്ക് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടത് ചെറിയ ഒരു എരപ്പ്, വളരെ ചെറിയൊരു എരപ്പ്. ഇത് ഫുൾ റേഞ്ച് സ്പീക്കറാണ്, അപ്പോൾ അതും കൂടെ കൊണ്ടാവാം അങ്ങനെ ഒരു ചെറിയൊരു എരപ്പ്, ഒരു ഹൈ ഫ്രീക്വൻസി പോലത്തെ ചെറിയൊരു എരപ്പ് നമുക്കിതിനകത്ത് വരുന്നുണ്ട്. അത് മാത്രമാണ് ഇതിലൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓഡിയോ ക്ലാരിറ്റി അടിപൊളിയാണ്. ഈ പറയുന്ന ഈ എരപ്പെന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ തൊട്ടടുത്തിരുന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. കുറച്ച് ദൂരോട്ട് മാറിയിരുന്നാൽ അത് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഓഡിയോ ക്ലാരിറ്റി ഒരു രക്ഷയില്ല. ഈ പറയുന്ന 12 വോൾട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് 1 ആമ്പിയർ 1 ആമ്പിയർ പവർ സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പവർ സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. 1 ആമ്പിയർ എന്ന് പറഞ്ഞാൽ 1 ആമ്പിയർ ഒന്നും കാണത്തില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എടുത്ത് കൊടുത്തതാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ SMPS ഒരു 12 വോൾട്ടിൻ്റെ SMPS ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. 5 ആമ്പിയർ 6 ആമ്പിയറിൻ്റെ ഒക്കെ ആ ഒരു SMPS കൊടുത്തു കഴിഞ്ഞാൽ മതി. വണ്ടിയിലേക്കാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, 12 വോൾട്ട് പിടിച്ച് കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് അടിപൊളിയാണ്. 100 വാട്ട്സ് 200 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അടിപൊളി പ്രോഡക്റ്റാണ്, നല്ല പ്രോഡക്റ്റ്. ചൂടാവും കേട്ടോ, നല്ല രീതിയിൽ ചൂടാവും. ICയുടെ സൈഡും ചൂടാവും. ഈ പറയുന്ന ഈ സർക്യൂട്ട് മോസ്ഫെറ്റ് വരുന്ന ആ ഒരു സർക്യൂട്ട് സൈഡും ചൂടാവും. സാധനം അടിപൊളിയാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. PCB എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഈ PCB ആണ്. നല്ല ഗോൾഡൻ കളറുള്ളൊരു PCB ആണ്, നല്ല അടിപൊളി PCB ആണ്. ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരു PCB നമ്മുടെ നാട്ടിലങ്ങനെ അധികം ഒരിടവും ഇറങ്ങിയിട്ടില്ല. ഇതൊരു പുറക് സൈഡിൽ നിന്ന് തിരിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് ഗോൾഡ് കളറുള്ളൊരു PCB ആണ്. ഞാൻ വയർ കണക്ഷൻ കൊടുത്ത് വച്ചിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാനത് വലുതായിട്ട് തൊടാത്തത്. നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്, കൊള്ളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് വില ആയിട്ടില്ല, ഇത് ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ ഞാൻ പോയി അവിടെ നിന്ന് എടുത്തിട്ട് വന്നു. മറ്റേത് ഷോപ്പിനെയും കാട്ടിയും വില കുറവാണ് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ. അത് ഞാൻ 100% ഗ്യാരൻറ്റി പറയുന്നൊരു കാര്യമാണ്. വേറെ ഏത് ഷോപ്പിൽ നിന്നും വളരെ വില കുറവാണ് ഈ ഒരു ലൈഫ് ലോങ് എന്ന് പറയുന്ന ഷോപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിശ്വസിച്ച് വാങ്ങാം. അത് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല പ്രോഡക്റ്റാണ്, നല്ല പ്രോഡക്റ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല, ഇത്രയും തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. പിന്നെ വേറൊരു കാര്യം, ഇത്രയും ദിവസം സബ്സ്ക്രൈബ് ചെയ്യാത്ത ചേട്ടന്മാർ ഒരു മടിയും കൂടാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്യുന്നതാണ്. താങ്ക് യു.